ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും നമസ്കാരമുണ്ട്. എന്തുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിരിക്കുന്നോ? എല്ലാവരും സുഖമായിരിക്കട്ടെ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ നമുക്ക് ഇന്നത്തെ അപ്ഡേറ്റ്സ് നോക്കാം. ഇന്നത്തെ അപ്ഡേറ്റ് സിദ്ര ഹോസ്പിറ്റലിൻ്റെയാണ് കേട്ടോ. അവരുടെ സൈറ്റിൽ അവരൊരു 3 വേക്കൻസി അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യത്തെ വേക്കൻസി ഫാർമസി ടെക്നീഷ്യൻ്റെയാണ് കേട്ടോ. ഫാർമസി ടെക്നീഷ്യന് അവർ ചോദിച്ചിരിക്കുന്ന ക്വാളിഫിക്കേഷൻ ഡിപ്ലോമ ഇൻ ഫാർമസി പ്ലസ് 2 വർഷത്തെ എക്സ്പീരിയൻസ് ആണ് കേട്ടോ. IV മിക്സിങ്ങിലൊക്കെ IV പ്രിപ്പറേഷനിലൊക്കെ എക്സ്പീരിയൻസ് വേണമെന്ന് അവർ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ QCHP ലൈസൻസ് എടുക്കാനുള്ള എലിജിബിലിറ്റി ഒക്കെയുള്ള ആൾക്കാർ സിദ്ര ഹോസ്പിറ്റലിൻ്റെ സൈറ്റ് വിസിറ്റ് ചെയ്യുക കേട്ടോ. ഫാർമസി ടെക്നീഷ്യൻ. രണ്ടാമത്തെ വേക്കൻസി പ്രീ ഓതറൈസേഷൻ അഡ്മിനിസ്ട്രേറ്റർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു വേക്കൻസിയാണ് കേട്ടോ. പ്രീ ഓതറൈസേഷൻ അഡ്മിനിസ്ട്രേറ്റർ. അതിൻ്റെ എഡ്യൂക്കേഷണൽ റിക്വയർമെൻറ്റ്സ് ബാച്ചിലർ ഡിഗ്രി ഇൻ കൊമേഴ്സ് അല്ലെങ്കിൽ പിന്നെ അഡ്മിനിസ്ട്രേഷനിലുള്ള ബാച്ചിലർ ഡിഗ്രിയാണ് കേട്ടോ. പ്ലസ് 2 വർഷത്തെ എക്സ്പീരിയൻസ് ചോദിച്ചിട്ടുണ്ട്. ലാർജ് ഹെൽത്ത് കെയർ ഫെസിലിറ്റീസിലുള്ള 2 വർഷത്തെ എക്സ്പീരിയൻസ്, അതായത് ഇൻഷുറൻസിലൊക്കെയുള്ള ഹെൽത്ത് കെയർ ഇൻഷുറൻസിലുള്ള എക്സ്പീരിയൻസ്, അല്ലെങ്കിൽ മെഡിക്കൽ ബില്ലിംഗ് പ്രോസസ്സിലൊക്കെയുള്ള എക്സ്പീരിയൻസ് ഒക്കെ 2 വർഷത്തെ വേണമെന്ന് പറയുന്നുണ്ട് കേട്ടോ. അതാണ് പ്രീ ഓതറൈസേഷൻ അഡ്മിനിസ്ട്രേറ്റർ. നല്ല കമ്മ്യൂണിക്കേഷൻ സ്കില്ലൊക്കെ വേണമെന്നൊക്കെ അവർ അതിനകത്ത് മെൻഷൻ ചെയ്യുന്നുണ്ട്. കൂടുതൽ റിക്വയർമെൻറ്റ്സും സ്കില്ലും ഒക്കെ അവരുടെ വെബ്സൈറ്റിൽ പോയിട്ട് നിങ്ങൾ ചെക്ക് ചെയ്യുക കേട്ടോ. അതുപോലെ തന്നെ മൂന്നാമത്തെ വേക്കൻസി മെഡിക്കൽ ഇൻ്റർപ്രറ്ററാണ് കേട്ടോ. മെഡിക്കൽ ഇൻ്റർപ്രറ്ററിൻ്റെ എഡ്യൂക്കേഷണൽ റിക്വയർമെൻറ്റ്സ് അവർ ചോദിച്ചിരിക്കുന്നത് ബാച്ചിലർ ഡിഗ്രിയാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് പിന്നെ ഏതാണ് ഈ ട്രാൻസ്ലേറ്ററിൽ ആയിട്ടുള്ള ബാച്ചിലർ ഡിഗ്രിയൊക്കെ ഉണ്ടല്ലോ, അതിലൊക്കെയുള്ള അല്ലെങ്കിൽ നല്ല ഞാൻ പറയാവേ, ഒരു മിനിറ്റ്, ഞാൻ ഒന്നുകൂടെ നോക്കട്ടെ. ബാച്ചിലർ ഡിഗ്രി ഇൻ എനി റിലേറ്റഡ് ടു സയൻസ് ഓർ ഹ്യൂമൻ സർവീസ് ഓർ ലിംഗ്വിസ്റ്റിക്, അങ്ങനെയാണ് അവരതിനകത്ത് കൊടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസും പിന്നെ ക്വാളിഫിക്കേഷനും ഉള്ളവരൊക്കെ സിദ്ര ഹോസ്പിറ്റലിൻ്റെ സൈറ്റ് വിസിറ്റ് ചെയ്യുക. 3 വർഷത്തെ എക്സ്പീരിയൻസ് ആണ് അവർ ചോദിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നല്ല ട്രാൻസ്ലേറ്റർ ആയിട്ടുള്ള എക്സ്പീരിയൻസും നല്ല കമ്മ്യൂണിക്കേഷൻ സ്കില്ലും ഒക്കെ ഉള്ളവരൊക്കെ സിദ്ര ഹോസ്പിറ്റലിൻ്റെ സൈറ്റ് വിസിറ്റ് ചെയ്യുക കേട്ടോ. പിന്നെ അതുപോലെ സർട്ടിഫിക്കേഷൻ വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് നിങ്ങൾ അതിൻ്റെ സൈറ്റിൽ കയറുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ റിക്വയർമെൻറ്റ്സും സ്കിൽസും ഒക്കെ കാണാൻ പറ്റും. മെഡിക്കൽ ഇൻ്റർപ്രറ്റർ കേട്ടോ. അപ്പോൾ ഈ 3 വേക്കൻസിയാണ് സിദ്ര ഹോസ്പിറ്റലിൻ്റെ സൈറ്റിലുള്ളത് കേട്ടോ. അപ്പോൾ ഖത്തറിൽ ജോലി നോക്കുന്ന കൂട്ടുകാരൊക്കെ സിദ്ര ഹോസ്പിറ്റലിൻ്റെ സൈറ്റ് വിസിറ്റ് ചെയ്യുക. ദെൻ അപ്ലൈ, വിൻ ആൻഡ് എൻജോയ്. താങ്ക് യു സോ മച്ച്.